ഗൈസ് അപ്പോൾ ഭൂട്ടാൻ എത്തിട്ടോ. അപ്പോൾ ഇവിടെ എന്താ പണി വന്നു വെച്ചാൽ, ഹായ് ഗൈസ്, ഹൗ ആർ യു, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചെറിയ ട്രാവൽ വ്ളോഗാണ്. അതായത് ജസ്റ്റ് കോഴിക്കോട് നിന്ന് നിങ്ങൾക്ക് ഭൂട്ടാൻ വരെ ഏകദേശം 1450 രൂപയ്ക്ക് വരാൻ പറ്റും. പ്ലസ് ഭൂട്ടാനിലെ ഒരു സിറ്റി ഏകദേശം 24 അവേഴ്സ് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാനും പറ്റും. അതിനുള്ള എൻട്രി പെർമിറ്റും ഭൂട്ടാൻ ഗവൺമെൻറ് തരുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ട് പോകാൻ പറ്റുക എന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. അത്ര വലിയ കഷ്ടപ്പാടൊന്നും അല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ പക്കാ ചീപ്പായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 1450 രൂപ എന്നുള്ള സ്ഥലത്ത് ഒരു 850 രൂപ മാത്രമേ വരൂ. അതിനുള്ള പ്ലാനും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് ഫുള്ള് വാച്ച് ചെയ്യാം കേട്ടോ. ആക്ച്വലി നമ്മളിപ്പോൾ നിൽക്കുന്നത് വെസ്റ്റ് ബംഗാളിലാണ്. ജസ്റ്റ് അപ്പോൾ ഞാൻ കോഴിക്കോടേക്ക് പോവുകയാണ്. എൻ്റെ നാട്ടിൽ നിന്ന് ഏകദേശം 38 രൂപയാട്ടോ കോഴിക്കോടേക്ക്. ഞാനിപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഫുഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഫുഡ് ഞാൻ കഴിക്കുന്നത് കുറവാണ്. ജസ്റ്റ് ട്രാവലിൻ്റെ എക്സ്പെൻസ് മാത്രമാട്ടോ ഇതിൽ കാണിച്ച് എത്രയാണെന്നുള്ള. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ പോകുന്നത് കോഴിക്കോട് നിന്ന് ആദ്യം മുംബൈയിലേക്കാണ്. മുംബൈയിലേക്ക് സ്ലീപ്പർ ടിക്കറ്റ് വരുന്നത് ഏകദേശം 510 രൂപയാണ്. അപ്പോൾ ഞാൻ സ്ലീപ്പർ ടിക്കറ്റാണ് മുംബൈ വരെ എടുത്തത്. അപ്പോൾ മുംബൈ വരെ നമുക്ക് 510 രൂപയാണ് ട്രാവൽ കോസ്റ്റ് വന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ട്രാവൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ സ്ലീപ്പർ ടിക്കറ്റും കൂടെ ആയതുകൊണ്ടാണ് ഇത്രയും ക്യാഷ് വരുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഷൊർണൂറിന് കോഴിക്കോട് വരെ, അല്ല ഷൊർണൂറിന് ഹൗറ വരെ നിങ്ങൾക്ക് ലോക്കൽ ടിക്കറ്റ് ഏകദേശം 550 രൂപയെ വരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ മുംബൈയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുത്തെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു 2 ദിവസം മുംബൈ വിസിറ്റ് ചെയ്യുക. ശേഷം നാസിക്കിലേക്കോ നാഗ്പൂരിലോട്ടോ പോവുക. എന്നിട്ട് അവിടുന്ന് അടുത്ത ലൊക്കേഷൻ നോക്കുക. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ മുംബൈ ഒരു ദിവസം വിസിറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ജസ്റ്റ് ഇവിടെ കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ പോവുക, എന്നിട്ട് ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരുപാട് സമയമൊന്നും സ്പെൻഡ് ചെയ്തില്ല. ഇനി നമ്മൾ പോകുന്നത് വെസ്റ്റ് ബംഗാളിലെ ഹൗറയിലേക്കാട്ടോ. മുംബൈ ടു വെസ്റ്റ് ബംഗാൾ ഹൗറയിലേക്ക് ടിക്കറ്റ് വരുന്നത്, ലോക്കൽ ടിക്കറ്റ് വരുന്നത് ഏകദേശം 450 രൂപ കേട്ടോ. ഞാനിപ്പോൾ ലോക്കൽ ടിക്കറ്റാണ് എടുത്തത്. ഞാനിപ്പോൾ ഇതിനിടയ്ക്ക് നാഗ്പൂരൊക്കെ വിസിറ്റ് ചെയ്തതുകൊണ്ടാണ് ഇത്രയും ക്യാഷ് വരുന്നത്, അല്ലെങ്കിൽ ഇത്രയും പൈസ വരില്ല. ട്രെയിൻ ഭയങ്കര സീനാണ്, ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് മാത്രം സീറ്റ് കിട്ടിയില്ല. ഞാൻ തൽക്കാലം ഇവിടെ നിന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. കുഴപ്പമില്ല, ഇതൊക്കെ നമുക്കൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ചില സ്ഥലങ്ങളൊക്കെ എത്തുമ്പോൾ ആൾക്കാർ നല്ലോണം കുറയുന്നുണ്ട് കേട്ടോ. ഏകദേശം 1000 കിലോമീറ്റർ അടുപ്പിച്ച് ദൂരമുണ്ട് മുംബൈ ടു ഹൗറ. അതിനേക്കാളും കൂടുതൽ എങ്ങാനുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഹൗറ എത്തിയാൽ പോരട്ടോ, ഇവിടുന്ന് ഇനി കുറേ പോകാനുണ്ട്. ഗൈസ്, ഇപ്പോൾ ആൾക്കാരൊക്കെ കുറഞ്ഞു, എനിക്ക് സീറ്റൊക്കെ കിട്ടി. പിന്നെ ഇപ്പോൾ ഈ ഒരു യാത്രക്കിടയിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ ജസ്റ്റ് ഇപ്പോൾ പെട്ടെന്ന് ഭൂട്ടാനിൽ എത്താൻ പറ്റിയ ഒരു ഗൈഡ് കാണിക്കാം കേട്ടോ. ആൾക്കാരെ ഭയങ്കരമായിട്ട് എന്നെ എങ്ങനെ നോക്കുന്നത്, എനിക്ക് അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇത് ഞാൻ ഫസ്റ്റ് എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ലോക്കൽ ടിക്കറ്റ് എടുക്കുകയാണെങ്കിലും ട്രാവൽ ചെയ്യാനൊക്കെ പറ്റും, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ. പക്ഷേ ലോങ് നിങ്ങൾ പോവുകയാണെങ്കിൽ ഏറ്റവും സ്റ്റോപ്പ് കുറവുള്ള ടിക്കറ്റ് മാത്രം ബുക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ടാറ്റാനഗറിലെത്തിക്ക് കേട്ടോ. ഗ്യാസ് ഇവിടുന്ന് എങ്ങനെയാണോ ഉണ്ടായിട്ടുണ്ടാവുക നോക്കട്ടെ. പിന്നെ ഫുഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫുഡൊന്നും കഴിച്ചില്ല, എന്തെങ്കിലും കഴിക്കാൻ വേണം. ഗൈസ്, കൽക്കട്ട ഏതോ ഒരു സ്റ്റേഷനിലെത്തിക്ക് എല്ലാവരും ഇറങ്ങി പോകുന്നുണ്ട്. ഇതാ ലാസ്റ്റ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു. ഹൗറയിലേക്ക് പോകില്ലാന്ന്. അപ്പോൾ പിന്നെ നമ്മൾ കൂടെ ഇറങ്ങാം. ഞാനിപ്പോൾ വെറുതെ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ, ചുമ്മാ ഇരിക്കുകയാണ്. ഒരു ലെഫ്റ്റ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനിവിടെ എത്തിയ 12 മണിക്കാണ്. ഇപ്പോൾ സമയം 2:30 ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വേറെ കുറേ ആൾക്കാർ കിടന്നുറങ്ങുന്നുണ്ട്. പച്ചക്ക് നിലത്താട്ടോ കിടക്കുന്നത്. നിലത്ത് മീൻസ് പായി തിരിച്ച്, അല്ലെങ്കിൽ എന്തായാലും ഉണ്ടാവും. നിലത്താണ്. മഴ പെയ്താൽ പോയി. പക്ഷെ ഇപ്പോൾ ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അതൊരു ഈ ട്രാവൽ ചെയ്യുന്നേരം ഞാനിങ്ങനെ വിചാരിച്ചേ, ക്യാമ്പൊക്കെ ചെയ്യുമ്പോൾ ഞാനെന്തോ വലിയ സംഭവമാണ്. വെറുതെ ഒന്നുമില്ല, ആവില്ല. ഇവർ സ്ഥിരം ചെയ്യുന്ന പരിപാടി അത്. റോഡ് സൈഡിൽ എവിടെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കിടന്നുറങ്ങാം. അപ്പോൾ നമ്മൾ പുതിയൊരു ഇതിലോട്ട് വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവുക. അങ്ങനെ അന്ന് രാത്രി ഞാൻ ആ പ്ലാറ്റ്ഫോമിൽ കിടന്നുറങ്ങി. അപ്പോൾ പിറ്റേന്ന് രാവിലെ തന്നെ വിക്ടോറിയ മെമ്മോറിയൽ, കൽക്കട്ടയിലുള്ള വിക്ടോറിയ മെമ്മോറിയൽ കാണാൻ പോയിട്ടോ. അപ്പോൾ അതിന് 50 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. മ്യൂസിയം കൂടെ കാണാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ അതിനകത്ത് കയറി കാണാൻ പറ്റും. അപ്പോൾ ഞാനിതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ജസ്റ്റ് ഒന്നുമില്ല, വെറുതെ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുക. എന്നിട്ട് ഇന്ന് വൈകുന്നേരം തന്നെ നമ്മൾ ഇവിടേക്ക് പോകും. അടുത്ത നമ്മുടെ സ്റ്റേഷൻ വരുന്നത് ആലിപ്പൂരാട്ടോ. ഹൗറ ടു ആലിപ്പൂരാണ്. ഞാനിപ്പോൾ ഉള്ളത് ഹൗറ റെയിൽവേ സ്റ്റേഷന് മുമ്പിലാണ്. മുമ്പിൽ നല്ല കുറച്ച് ഉള്ളോട്ടാണ്. അപ്പോൾ ഞാനിവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ പോകുന്നത് ഹൗറ റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം 700 കിലോമീറ്റർ അപ്പുറത്തോട്ടാണ്. എന്ന് വെച്ചാൽ ന്യൂ ആലിപ്പോഡോർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. സ്ഥലത്തിൻ്റെ കറക്റ്റ് പേര് എനിക്കറിയില്ല. അപ്പോൾ ഇതിന് ടിക്കറ്റ് ഞാനിപ്പോൾ ഓൺലൈൻ ത്രൂ ബുക്ക് ചെയ്താൽ കേട്ടോ. അപ്പോൾ ഇതിന് കോസ്റ്റ് വരുന്നത് ഏകദേശം 215 രൂപ കേട്ടോ. അത്രേ വരുന്നുള്ളൂ. 700 കിലോമീറ്ററിന് കേട്ടോ. അപ്പോൾ
ഇത് ലോക്കൽ ടിക്കറ്റാണ്. ലോക്കൽ ടിക്കറ്റ് ആണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. കാര്യം അത് സ്റ്റോപ്പ് കുറവായതുകൊണ്ട് ചിലപ്പോൾ ആൾക്കാർ കയറുന്ന കുറവായിരിക്കും. എന്തായാലും നമുക്ക് അങ്ങനെയൊക്കെ വിചാരിച്ചായിട്ട് പോയി നോക്കാം. ഇതിപ്പോൾ നമ്മളെ ട്രെയിൻ വന്നു. ഞാൻ 4:00 കയറിയില്ല, ഭയങ്കര തിരക്കായതിനെ കൊണ്ട് 6:00 കയറി. അപ്പോൾ ഇത് ഞാൻ ഒരു പണി കാണിച്ച് പെട്ടെന്ന് സീറ്റ് കിട്ടാൻ വേണ്ടി ട്രെയിൻ അപ്പുറത്ത് നിന്ന് വരുന്ന നേരം ഫ്രണ്ടിലത്തെ ഇതല്ലേ ജനറലിൽ ചാടി കയറി. ഇതിപ്പോൾ നല്ല അടിപൊളി സീറ്റ് കിട്ടുക, കിടന്ന് ഉറങ്ങാനൊക്കെ പറ്റും ആരുമില്ലെങ്കിൽ. ഡിസൈനിങ് കൂടി നല്ല പച്ചപ്പുള്ള സ്ഥലങ്ങളാട്ടോ. ഏകദേശം നമ്മുടെ ഒരു മിനി കേരള എന്നൊക്കെ പറയാൻ, മിനി കേരള അല്ല, കേരളത്തിനേക്കാൾ അപ്പുറം വരും. അത്രത്തോളം എന്ന് വെച്ചാൽ മഴ പെയ്യുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് ഇതായി കാണുന്നത്. നമ്മളിപ്പോൾ ഇപ്പോഴും ട്രെയിനിൽ തന്നെയാണ്. ഇനിയൊരു 8:30-9 മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തും, ആലിപ്പൂരിലെത്തും. പക്ഷെ ഇപ്പോൾ വലിയ തിരക്കില്ല കേട്ടോ. നേരത്തെ ഭയങ്കര തിരക്കായിരുന്നു. എൻ്റെ ചാർജൊക്കെ കഴിഞ്ഞു പോയി. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ വലിയ സീനൊന്നുമില്ല. ഏകദേശം കണ്ട് ഇനി 20 കിലോമീറ്ററും കൂടെ ഉള്ളൂ കേട്ടോ നമ്മളെ ലൊക്കേഷനിലോട്ട്, ആലിപ്പൂരിലേക്ക്. ഇപ്പം ഞാൻ ഏകദേശം ഈ സ്ഥലത്തിന് ന്യൂ കോച്ചിയൂർ അങ്ങനത്തെ ഒരു സ്ഥലത്താണ് എത്തിയത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഫുഡൊന്നുമില്ല, ലസ്സി വാങ്ങി കഴിച്ചു കിട്ടോ. ഞാനിപ്പോൾ ആലിപ്പൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിട്ടോ. അപ്പോൾ ഇത് ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാട്ടോ, വലിയ ഒരുപാട് ആൾക്കാരൊന്നുമില്ല, ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ഇനി നമ്മൾ നേരെ ഇവിടുന്ന് ബസ് സ്റ്റാൻഡിൽ പോവാം. ബസ് സ്റ്റാൻഡിൽ പോയാൽ നമുക്ക് ഭൂട്ടാനിലേക്കുള്ള ബസ്സല്ല, ബോർഡറിലേക്കുള്ള ബസ് കിട്ടും. അവിടുന്ന് അങ്ങോട്ട് നമ്മൾ പിന്നെ പാസ്പോർട്ട് വേണ്ടാന്ന് തോന്നുന്നുട്ടോ. അപ്പോൾ എനിക്ക് വലിയൊരു പിടുത്തല്ല, എന്തായാലും പോയി നോക്കാം. എനിക്ക് തോന്നുന്ന അല്ലേ ചെറിയൊരു കണ്ട റെയിൽവേ സ്റ്റേഷനാണെന്ന് തോന്നുകയില്ല, അതുപോലത്തെ ഒരു സ്ഥലമാണ്. പിന്നെ ഞാനിപ്പോഴും ഉള്ളത് വെസ്റ്റ് ബംഗാളിലാട്ടോ, മേഘാലയ എത്തിയില്ല. ഞാൻ ആദ്യം വിചാരിച്ച അസാമിൽ അവിടെ ആയിരിക്കും ലാസ്റ്റ്, അല്ല ഈ സ്റ്റോപ്പ് അസാമിലായിരിക്കും വരിക എന്നാണ്. പക്ഷേ ഇപ്പോഴും വെസ്റ്റ് ബംഗാൾ തന്നെയാണ്. എന്നിട്ട് ഇനി നമ്മൾ ഇവിടുന്ന് ബോർഡർ ക്രോസ് ചെയ്യുന്നതും വെസ്റ്റ് ബംഗാളിൽ തന്നെ ആയിരിക്കും. ഇപ്പോൾ ടൗണിലെത്തിയിട്ടോ. അപ്പോൾ ഇത് ആ മദർ തെരേസ ഉണ്ട് കേട്ടോ ഇവിടെ. മദർ തെരേസ ഫേമസ് ആണ് വെസ്റ്റ് ബംഗാളിൽ, അല്ലേ ഫേമസ് ആണ്. നമ്മൾ ഫസ്റ്റ് ഇവിടെ നമ്മളെ പള്ളിയിൽ പോയി കുറച്ച് കലാവ് കിട്ടാറുണ്ട്, ആദ്യമായി ചെയ്യുക. അതിനുശേഷം ഫുഡ് കഴിക്കുക, പിന്നെ കുറച്ച് നേരം ഇവിടെ നിന്നെങ്ങാണ്ട് നേരെ നമ്മൾ ബോർഡറിലേക്ക് പോവാം. രാത്രിയായാൽ പിന്നെ കയറാൻ പറ്റുന്നുണ്ടാവില്ല, സീനായിരിക്കും. അപ്പോൾ അതിനെക്കൊണ്ട് ഇവിടുന്ന് ഏകദേശം ഒരു 51 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ ഭൂട്ടാൻ ബോർഡറിലേക്ക്. അവിടെ ആലിപ്പൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കിട്ടുകയും ചെയ്യും. എനിക്ക് പേയ്മെൻറ്റ് എത്ര പറഞ്ഞൂടെ, ഞാൻ എന്തായാലും ചോദിച്ചിട്ട് പറഞ്ഞുതരാം. പഠിച്ചോനെ V4 കാട് നേരം ഇപ്പോൾ കണ്ട ഇവിടെ ഒന്നുകൂടി വാങ്ങിട്ടോ. എസ്സി സാധനം കുടിച്ചാൽ പറ്റൂലായിരിക്കും, കുറേ കുടിക്കുന്നുണ്ട്. ഇപ്പോൾ പള്ളി ഒരു ഉള്ളേരിയയിലാട്ടോ, ഒരു മെനല്ലാത്തൊന്നും പറയാൻ പറ്റൂല. പള്ളിയല്ലേ, പള്ളീൻ്റെ റെസ്പെക്റ്റ് കൊടുക്കണം എപ്പോഴും. എൻട്രി നോക്കും, നീ തന്നെയാണോ എല്ലാം പറയുന്നതെന്ന് ഇപ്പം അങ്ങനെ തോന്നൂലേ. ഇപ്പോൾ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിൽ പോവുക. ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ജയ്ഗോണിലേക്കുള്ള ബസ് നോക്കുക. എന്നിട്ട് ഇപ്പോൾ തന്നെ നമ്മൾ കയറി പോവാട്ടോ. ഇവിടെ ഓവർ അങ്ങനെ വിസിറ്റ് ചെയ്യുന്നില്ല. പിന്നെ അതിന് മുമ്പ് നമ്മൾ ഫുഡ് കഴിക്കണം. ഫുഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നല്ല സന്തോഷമായിട്ടോ, എപ്പോഴും കഴിക്കുന്നതല്ലല്ലോ. അപ്പോൾ വിശപ്പ് മാറാൻ പറ്റുന്ന അത്യാവശ്യം നല്ലോണം ക്വാണ്ടിറ്റി കിട്ടുന്ന എന്തെങ്കിലും ഫുഡ് കഴിക്കാം. എന്താ പറയുക, ഇപ്പോൾ ഒന്നും കൂടെ ഫുഡ് കഴിക്കാൻ കയറിയാണ്. അപ്പോൾ നേരത്തെ കഴിച്ചതില്ലേ 5 റുപ്യേൻ്റെ റൊട്ടി ആയിട്ടോ. ഈ ഒരു റൊട്ടിക്ക് 10 റുപ്യാണ്. പ്ലസിൻ്റെ കൂടെ കുറച്ച് കറിയും കൂടി കിട്ടും. അപ്പോൾ ഇത് മതി നമുക്ക് ഉച്ച വരെ കഴിക്കാൻ. അപ്പോൾ ഏകദേശം ടോട്ടൽ 30 റുപ്പീസ് കിട്ടും. അപ്പോൾ ഇതാണ് കേട്ടോ ബസ് സ്റ്റാൻഡ്. ഇവിടുന്ന് ഒരുവിധം സ്ഥലങ്ങളിലോട്ടൊക്കെ ബസ് കിട്ടും. നമ്മുടെ സിക്കിമിലോട്ടാണെങ്കിലും അതുപോലെ മേഘാലയ, അസം അങ്ങനത്തെ സ്ഥലത്തിലേക്കൊക്കെ ബസ് വരും. പിന്നെ ഞാൻ പോകുന്ന ബസ് അടിപൊളി കേട്ടോ. ഇതൊക്കെ ഈ സാധനമാണ്. അതിനെക്കൊണ്ട് വലിയ പൈസ വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വേറെ വലിയ ഇഷ്യൂസൊന്നുമില്ല. പൈസ എന്തായാലും എനിക്കിപ്പോൾ അറിഞ്ഞൂടാ, നോക്കിയിട്ട് പറഞ്ഞുതരാം എത്ര ആവുന്നു. നമ്മൾ ആദ്യം എന്തെങ്കിലും വെള്ളമോ അല്ലെങ്കിൽ ഫുഡോ വേണമെങ്കിൽ വാങ്ങി വെച്ചോ, അല്ലെങ്കിൽ ഇവന്മാർ വേറെ ഏതെങ്കിലും വലിയ ഹോട്ടലിന് മുമ്പിൽ കൊണ്ടുപോയി നിർത്തും. അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാൻ പറ്റില്ല. ഇയാൾക്ക് ആ വണ്ടി എടുത്തിട്ടോ നേരെ ബാക്കി ഏകദേശം അവർ വെള്ളം വാങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മളെ ബസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രണ്ട് തന്നെ കയറി കൂട്ടിയിരുന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി. പിന്നെ ഇതാണ് ഡ്രൈവർ ആഷൻ കേട്ടോ. ഡ്രൈവർ ആഷൻ എന്നോട് ഭയങ്കര കമ്പനി, പൈസ കുറച്ച് തരൂല, എന്നാലും നല്ല കമ്പനി ഉണ്ട്.
पैसे ചോദിച്ചു നോക്കട്ടെ भैया कितने रूट है अलीपुर टू जयगोन रुपीस 70 रुपीസേ ഉള്ളൂ കേട്ടോ 70 रुपीസ് 50 കിലോമീറ്ററിന് 70 रुपीസേ ഉള്ളൂ ഓക്കെയാണ് പ്രശ്നമൊന്നുമില്ല ഗൈസ് അപ്പോൾ ആലിപ്പൂരിൽ നിന്ന് ജയ്ഗോൺ വരെ ബസ് ജയ്പൂർ അല്ല ജയ്ഗോണാട്ടോ ജയ്ഗോൺ വരെ ബസ്സാണ് ബസ്സിന് ഏകദേശം 70 റുപ്പീസാണ് ടോട്ടൽ കോസ്റ്റ് ഇപ്പോൾ വന്നത് 1245 ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ ചെറിയ ചെറിയ ലോക്കൽ ട്രാവലൊക്കെ എന്ന് വെച്ചാൽ ബസ് യൂസ് ചെയ്തിട്ടുണ്ട് കുറച്ചൊക്കെ അതിനൊക്കെ ആയിട്ട് നമ്മൾ മാറ്റിയതാണ് കേട്ടോ പിന്നെ പറയാണ്ടിരിക്കാൻ പറ്റൂല ഭയങ്കര ചൂടാട്ടോ അങ്ങേയറ്റം ഫ്രണ്ടിൽ ഇരിക്കുന്നതിനെ കൊണ്ടാണെന്ന് തോന്നുന്നു ഗ്ലാസിൻ്റെ എല്ലാത്തിനെയും കൂടി ചൂടാൻ തോന്നുന്നു ഈ പോയിട്ട് പിന്നെ കുറച്ചൊക്കെ വെള്ളം കുടിച്ചവനെ കൊണ്ട് കൂടിയാണ് ഇങ്ങനെ ആയി പോകുന്നത് എന്നാലും വലിയ സീനില്ല എനിക്ക് പക്ക കേരളം പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ സാധാരണ നമ്മൾ നോർത്ത് ഇന്ത്യ വിസിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണാറില്ല പക്ഷേ ഇത് എത്തി കിട്ടോ പേരെന്താ എടുത്തൊന്നുമില്ല ചോലുള്ളൊരു ടൗണാണ് വെയിലില്ല അപ്പോൾ നമ്മൾ ലൊക്കേഷൻ എത്തി ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താ അറിയോ പെട്ടെന്നൊരു മസ്ജിദ് നോക്കി അവിടെ പോവാം എന്നിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് നേരെ ഇവിടേക്ക് പോവാം പെട്രോൾ ഡീസൽ ബോർഡ് എടുക്കട്ടെ ഇതെങ്ങനെ റേറ്റ് എങ്ങനെ വീഡിയോ ഇത് വില എങ്ങനെ ഇതിൻ്റെ പ്രൈസ് എങ്ങനെ हिंदी मालूम ये कितने रुपये मतलब गाड़ी का भूटान पर डीजल ये डीजल है हाँ ये डीजल है ये पेट्रोल ഇപ്പോൾ തുടങ്ങേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഭൂട്ടാനിൽ പോയി പെട്രോൾ വാങ്ങിക്കൊണ്ടുവരിക എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് പബ്ലിക്കായിട്ട് വിൽക്കുക പള്ളി കണ്ടുപിടിക്കാനേ നല്ല ബുദ്ധിമുട്ടാട്ടോ ഇവിടെ ജയ്ഗോണിൽ വരികയാണെങ്കിൽ ബോർഡറിൽ കുറേ പള്ളിയുണ്ട് ഭൂട്ടാനിൽ ഒറ്റ പള്ളിയില്ല ഭൂട്ടാനിൽ പിന്നെ മുസ്ലിംസ് കുറവാണ് പക്ഷേ അതിനുകൂടെ ഞാനിപ്പോൾ ഇവിടുന്ന് തന്നെ നിസ്കരിച്ച് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ബോർഡറിലേക്ക് പോവുകയാണ് ഇത് ജയ്ഗോൺ കുഴപ്പമില്ലാത്തൊരു സിറ്റി ആട്ടോ അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു സിറ്റിയാണ് ബോർഡർ ഇതാ പോകേണ്ടിയിരിക്കുന്നത് കാറും ബൈക്കൊക്കെ അപ്പുറത്തൂടെ പോകും ഗേറ്റിന് മുമ്പ് കൂടെ നമ്മൾ പോകേണ്ടതായില്ല ഇങ്ങനെ ഒരു 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 ഒന്നുമില്ല ജസ്റ്റ് അവിടെ എത്തിയിട്ടൊന്ന് പട്ടാൾക്കാരോട് ആരോടെയും ചോദിച്ചാൽ മതി പോലെ വഴി പറഞ്ഞു തരും പിന്നെ പോകുന്ന സ്ഥലത്തൂടെയൊക്കെ കുറേ ഷോപ്പ് ഉണ്ടാവും കേട്ടോ ഇഷ്ടം പോലെ വെച്ചാൽ ഇഷ്ടം പോലെ വിസപ്പോൾ ഭൂട്ടാൻ എത്തിയിട്ടോ അപ്പോൾ ഇവിടെ എന്താ പണി വന്നതെന്ന് വെച്ചാൽ ഗൈഡ് ഇല്ലാണ്ട് വലിയ വിസ തരൂല എന്നാണ് പറയുന്നത് ഇപ്പോൾ ഇത് ഈസി ആയിട്ട് എൻ്റർ ചെയ്യാൻ പറ്റിക്ക് ജസ്റ്റ് നമ്മളിപ്പോൾ ഒരു മെട്രോ സ്റ്റേഷനിൽ കയറി ഇറങ്ങുമ്പോൾ തന്നെ പെട്ടെന്ന് എൻ്റർ ചെയ്യാൻ പറ്റിക്ക് പക്ഷേ ഇവിടെ ഇതില്ല എന്ന് വെച്ചാൽ ഗൈഡ് ഇല്ലാണ്ട് വിസ കിട്ടുക എന്ന് പറയുന്നത് ടാസ്ക്കാണ് അങ്ങനെ ഗൈഡ് അത് എടുക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല 1200 രൂപയാണ് ടൂറിസ്റ്റ് വിസയ്ക്ക് കോസ്റ്റ് വരുന്നത് പ്ലസ് ഗൈഡിൻ്റെ ഫീസ് അപ്പോൾ ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഭൂട്ടാനിൽ തിമ്പൂലും അതുപോലെ പറോലൊക്കെ പോകാൻ പറ്റും അതല്ലാതെ നമുക്ക് 24 hours ഈ ഒരു ഏരിയ ഈ ഒരു സിറ്റി ഇല്ലേ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാം പിന്നെ ബിൽഡിങ്ങൊക്കെ ഉഷാറാട്ടോ ഈ സിമ്പിളായിട്ട് എന്താ തോന്നിയെന്ന് വെച്ചാൽ ഒരു രാജ്യത്ത് നിന്ന് ജസ്റ്റ് ഒരു ബോർഡർ ഇങ്ങോട്ട് മാറിയപ്പോഴേക്കും അതിൻ്റെ ഒരു വ്യത്യാസം കണ്ട ഞാൻ വീഡിയോയിൽ കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ വീഡിയോയിൽ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷേ എനിക്കെല്ലാം അലോണായ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട് അവിടുന്ന് കുറച്ച് ആൾക്കാരെന്നെ കൈ വാടി വലിക്കുന്നുണ്ട് അവരുടെ ഇങ്ങോട്ട് വരാൻ ക്യാ എന്തേ ഒന്നുമില്ല കറങ്ങ ആ പിന്നെ ഗൈസ് നമ്മളിപ്പോൾ ഓൾറെഡി ഭൂട്ടാനിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭൂട്ടാനിലാണ് പക്ഷേ ഇതിൽ വേറൊരു കുഴപ്പം കൂടി ഉണ്ട് കുറേ ആൾക്കാർക്ക് തോന്നും ഇപ്പോൾ കയറി കഴിഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് ഇനി എങ്ങോട്ട് വേണമെങ്കിൽ പോകാമല്ലോ എന്ന് പക്ഷേ അങ്ങനെയല്ല നമ്മളെ ഓൾറെഡി ഫസ്റ്റ് അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പാസ്പോർട്ട് ഫേസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എലക്ഷൻ കാർഡ് നമ്മൾ എന്ത് വെച്ചിട്ടാണോ അങ്ങോട്ട് കയറുന്നത് അത് അവർ കറക്റ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും 24 hours അതിന് എക്സിറ്റ് ആയില്ലെങ്കിൽ ഓവർസ്റ്റേക്ക് ഫൈൻ അടയ്ക്കേണ്ടി വരും മാത്രമല്ല ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുക പറോലേക്കോ അല്ലെങ്കിൽ തിമ്പൂലേക്കോ പോകാമെന്ന് വിചാരിക്കുക അവിടെ വേറൊരു ചെക്ക് പോസ്റ്റും കൂടെ ഉണ്ട് അപ്പോൾ അവിടുന്ന് പൊക്കും അപ്പോൾ ഫുള്ള് അവർ കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഉടായ്പൊന്നും വിടാൻ നടക്കില്ല എന്നുള്ള ഇതിൽ അപ്പോൾ ഇതിനകത്ത് കുറച്ച് കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടുവരാം അതിനേക്ക് നല്ലത് ഇതരേ വെയിലായിന് കേട്ടോ പെട്ടെന്നൊരു മഴയായിട്ട് ചെയ്ത് ഇതുണ്ട് കയ്യൊക്കെ വലിയ മഴയൊന്നുമില്ല എന്നാലും ചെറുതായിട്ട് പൊടിയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇത് വലിയ റിസ്ക്കുള്ള പരിപാടിയൊന്നുമല്ല സിമ്പിളായിട്ട് നടക്കും ഞാൻ ഈ പറഞ്ഞ പോലെ ട്രാവൽ ചെയ്ത് വന്നാൽ മതി ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഇത് ചെയ്യണം എന്ന് വെച്ചാൽ
ഒരു യാത്ര കൊണ്ട് നിങ്ങൾ എക്സ്പീരിയൻസ് മാക്സിമം മെമ്മറീസ് ഉണ്ടാക്കിയെടുക്കുക എന്നാണെങ്കിൽ ഓക്കെ, ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്യാം. അല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അങ്ങനെയൊന്നും ട്രാവൽ ചെയ്യുന്നത് പോസിബിൾ ആവില്ല, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആൾക്കാരെ നോക്കണ്ട, കിട്ടിയാല. പിന്നെ ഇവിടെ ഭൂട്ടാനിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് 24 hours ഈ ഒരു സിറ്റി കംപ്ലീറ്റ് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം, സീനൊന്നുമില്ല. ഞാനിപ്പോൾ അത് മാത്രമേ എടുക്കുന്നുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അല്ലാതെ ഇപ്പോൾ വിസ എടുക്കുകയാണെങ്കിൽ 1200 മതി, 1200 രൂപ മതി, ചീപ്പാണ്. പ്ലസ് അതിൻ്റെ കൂടെ ഗൈഡ് മാൻഡേറ്ററി ആണ്, ഗൈഡിൻ്റെ ഫീസും കൂടെ കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ടൂർ പാക്കേജ് രൂപത്തിലെടുക്കണം. അപ്പോൾ ഇത്രയും ക്യാഷ് മുടക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അതിനേക്കാളും നല്ലത് ആ ഒരു എമൗണ്ട് വേറെ ഏതെങ്കിലും കൺട്രിയിൽ ഇൻവെസ്റ്റ് അല്ല, ഫ്രീ വിസ കിട്ടുന്ന കുറേ കൺട്രീസ് ഉണ്ട്, അവിടെ പോവുക. അവിടെ പോയിട്ട് നമ്മൾ അവിടെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുക, അതായിരിക്കും നല്ലത്. എനിക്ക് തോന്നുന്നത് അതാണ്. കാര്യം ഇവിടെ ഭൂട്ടാനിൽ ഇപ്പോൾ ഞാൻ നോക്കിയെടുത്തോളം തിമ്പു അത്ര ഒരു ഇതല്ല. പിന്നെ വിസിറ്റ് ചെയ്യാൻ പറയുന്നത് പാരോ ആണ് പിന്നെ കുറച്ചും കൂടെ വിസിറ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. പക്ഷേ എനിക്കെന്തോ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. ഈ ഒരു സിറ്റി നമുക്ക് വിസിറ്റ് ചെയ്യാം, സിമ്പിളാണ്, വിസ ഫീസ് ഒന്നുമില്ല, 24 hours മാത്രം, പാസ്പോർട്ട് പോലും വേണ്ട, നിങ്ങളുടെ വോട്ടർ ID കാർഡ് മാത്രമല്ല. നല്ല അടിപൊളി സ്വയംഭ സാധനം കിട്ടും കേട്ടോ. പക്ഷേ അതിനെ കൊണ്ട് കുടിക്കുന്നില്ല. അതായത് കുറേയൊക്കെ മറ്റേ കുപ്പിയുണ്ട് കേട്ടോ, നമ്മളെ സാധാ കുപ്പിയുണ്ട്. സൂപ്പർ മാർക്കറ്റിലല്ലേ വേണ്ട, നമ്മൾ ഫുഡ് എന്തായാലും കഴിക്കുക. ഭൂട്ടാനിൽ വന്നിട്ടൊരു കഴിക്കാണ്ട് പോകുന്ന മോശമല്ല. ഇവിടെ ഒരു ചെറിയ ഹോട്ടലിൽ കയറി കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ മമൂസ് ഓർഡർ ചെയ്തിട്ട്, അപ്പോൾ എനിക്ക് ഇവിടെ ഒരു ഫ്രണ്ടിനെ കിട്ടിയേക്ക്. ബൈ, ഒന്ന് ഹായ് കാണിക്കൂ. അങ്ങനെ ഹായ്, ഇവിടെ പണിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞില്ലേ, ഇവിടെ ചെറിയ ജോബാണെങ്കിലും അല്ല, എല്ലാവരും എന്തെങ്കിലുമൊക്കെ ജോബ് ചെയ്യുന്നുണ്ട്, ഗേൾസ് ബോയ്സ് ഒന്നുമില്ല, എല്ലാവരും ചെയ്യുന്നുണ്ട്. ഫുഡ് കഴിച്ചവിടെ അങ്ങനെ ഉണ്ടാവും, വിലയുണ്ടായിരുന്നോട് കേട്ടോ, കഴിച്ചുകൊണ്ടുണ്ടാവും. നല്ല കിട്ടിക്കാച്ച സാധനം കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു സൂപ്പും കൂടെ കിട്ടിക്കുക, ടേസ്റ്റ് ചെയ്ത് കൊണ്ടുണ്ടാവും. ഞാൻ ട്രാവൽ വ്ളോഗർ. ഇറ്റ്സ് എ മട്ടൺ സൂപ്പ്, ബീഫ് സൂപ്പ്. പിന്നെ വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല കേട്ടോ, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് മാത്രമേ ഉള്ളൂ. പിന്നെ ആദ്യം വിചാരിച്ച് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കുന്നത്, കാര്യം ഇതുപോലത്തെ ഒരു ഏരിയ ആണല്ലോ, അപ്പോൾ അത്യാവശ്യം നല്ലോണം പേയ്മെൻറ്റ് വരുന്നതാണ്. പിന്നെ 24 hours ടൂറിസ്റ്റ് വിസ ഫ്രീ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ അത്യാവശ്യം നല്ലോണം ഉണ്ടാവും എന്നൊക്കെ അതിന് വിചാരിച്ചു. പക്ഷേ അങ്ങനെയൊന്നുമില്ല, എന്നാലും വലിയ കുഴപ്പമില്ല.